മന്ത്രി PA മുഹമ്മദ് റിയാസ് വഴി PSC അംഗത്വം നേടിയെടുത്തു തരാമെന്ന് വാഗ്ദാനം ചെയ്ത് 22 ലക്ഷം രൂപ കോഴ വാങ്ങിയെന്ന പരാതിയിൽ CPM ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടൂളിക്കെതിരെ നടപടിയെടുത്ത് മുഖം രക്ഷിക്കാൻ ഒരുങ്ങുകയാണ് പാർട്ടി. കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടൂളിയെ CPM CITU ഭാരവാഹിത്വങ്ങളിൽ നിന്നും നീക്കുമെന്നും ആരോപണങ്ങൾ അന്വേഷിക്കാൻ 4 അംഗ കമ്മീഷനെ നിയമിച്ചുവെന്നുമാണ് പാർട്ടി വൃത്തങ്ങൾ അറിയിക്കുന്നത്. വനിതാ ഡോക്ടർക്കായി ഭർത്താവാണ് തുക നൽകിയത്. 20 ലക്ഷം രൂപ അംഗത്വത്തിനും 2 ലക്ഷം രൂപ മറ്റ് ചെലവുകൾക്കുമാണ് ആദ്യഘട്ടത്തിൽ കൈമാറിയത്. 60 ലക്ഷം രൂപ നൽകിയാൽ PSC അംഗത്വം നൽകാമെന്നായിരുന്നു പ്രമോദിന്റെ വാഗ്ദാനം. പണം വാങ്ങിയ ശേഷം അംഗത്വം ലഭിച്ചില്ല. പിന്നാലെ ആയുഷ് മിഷനിൽ ഉയർന്ന തസ്തിക വാഗ്ദാനം ചെയ്തെങ്കിലും നടന്നില്ല. ഇതൊക്കെയാണ് ഡോക്ടർ ദമ്പതികൾ ഇയാൾക്കെതിരെ പാർട്ടി നേതൃത്വത്തിന് പരാതി നൽകാൻ കാരണം. സാമ്പത്തിക ഇടപാട് വ്യക്തമാക്കുന്ന ശബ്ദ സന്ദേശവും പരാതിക്കൊപ്പം പാർട്ടിക്ക് നൽകിയിരുന്നു. സംസ്ഥാനത്തെ പല ഉന്നത ഇടതു നേതാക്കളുമായും അടുത്ത ബന്ധമുള്ളയാളാണ് പ്രമോദ്. ഇത്ര വലിയ കൈക്കൂലി ആരോപണമുണ്ടായിട്ടും പോലീസിൽ പരാതിപ്പെടാനോ കേസെടുപ്പിക്കാനോ CPM നേതൃത്വം തയ്യാറായിട്ടില്ലെന്നതും ഈ ഇടപാടിലെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. കോഴ ഇടപാട് ചർച്ച ചെയ്യുന്നതിന് കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരാൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും അവസാന നിമിഷം അത് മാറ്റി. CITU ഭാരവാഹിയായ ഈ യുവാവ് നേതാവ് PSC അംഗത്വം നൽകാനായി 60 ലക്ഷം രൂപ ആവശ്യപ്പെട്ടെന്നും 22 ലക്ഷം രൂപ കൈപ്പറ്റിയെന്നുമാണ് ഹോമിയോ ഡോക്ടർമാരായ ദമ്പതിമാർ പരാതി നൽകിയിരുന്നത്. മന്ത്രി റിയാസ് വഴി അംഗത്വം തരാമെന്ന് വിശ്വസിപ്പിച്ചാണ് പണമിടപാട് നടത്തിയതെന്നും പരാതിയിൽ പറഞ്ഞിരുന്നു. മന്ത്രി മുഹമ്മദ് റിയാസിനു പുറമെ MLAമാരായ KM സച്ചിൻ ദേവ്, തോട്ടത്തിൽ രവീന്ദ്രൻ എന്നിവരുടെ പേരുകളും പ്രാദേശിക നേതാവ് ഉപയോഗിച്ചിരുന്നതായി ദമ്പതികളുടെ പരാതിയിലുണ്ട്. മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ അയൽവാസി കൂടിയാണ് ആരോപണ വിധേയനായ പ്രമോദ് കോട്ടൂളി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉയർന്ന പരാതി ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമത്തിനിടെയാണ് വിവരങ്ങൾ പുറത്തായത്. യുവനേതാവ് ഒറ്റക്കാവില്ല ഇടപാട് നടത്തിയതെന്ന സംശയം പാർട്ടിക്കുള്ളിൽ തന്നെ ഉയരുന്നുണ്ട്. സംഭവത്തെക്കുറിച്ച് തനിക്കറിയില്ലെന്നാണ് കോഴിക്കോട്ട് പൊതുപരിപാടിക്കെത്തിയ മന്ത്രി മുഹമ്മദ് റിയാസ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. തൻ്റെ പേര് പറഞ്ഞ് ലക്ഷങ്ങൾ കൈക്കൂലി വാങ്ങിയതിൻ്റെ തെളിവുകൾ കിട്ടിയിട്ടും മന്ത്രി പോലീസിൽ പരാതി നൽകാത്തത് എന്തുകൊണ്ടാണ് എന്നതാണ് ഉയരുന്ന ചോദ്യം. ന്യൂസ് ഡെസ്ക് കണ്ണൂർ മിറർ. ശ്രീനാരായണ ഗുരു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, കോറം, പയ്യന്നൂർ, കണ്ണൂർ. അഡ്മിഷൻ സ്റ്റാർട്ടഡ്. BTech, സിവിൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ്, MTech, സിവിൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ എയ്ഡഡ് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ്. ശ്രീനാരായണ ഗുരു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, കോറം, പയ്യന്നൂർ, കണ്ണൂർ. കോൺടാക്ട് 9188452440 944700839.